Hi friends, good morning. Welcome to my YouTube channel Law, Life and Layouts. I am Narendran CV, retired higher secondary school teacher. Here I am discussing about Domestic Violence Protection Act 2005, Part 1. Importance of Domestic Violence Act, its objective, what are the remedies to be get the victims of domestic violence are discussed here. Some cases law are also be discussed. Public should aware about this law. What is Domestic Violence Act 2005? It is a gender-based act, speci- specifically protect the constitutional right of women. The act describes what is meant by domestic violence, what are the remedies given by the act, what are the penalties for respondents who commits domestic violence, the duty of a protection officer and service provided also be discussed. This act came into force 26th October 2006. What are the objectives? Objective of this act is to protect the rights of women guaranteed in the Constitution. It contains 5 chapters and 35 sections. The act covers the whole of India. That is Domestic Violence Act 2005. It is a gender-based act specifically protect the constitutional right of the women. ഇത് ജെൻഡർ ബേസ്ഡ് ആക്റ്റാണ്, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു ആക്റ്റാണ്. സ്പെസിഫിക്കലി പ്രൊട്ടക്ട് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഓഫ് വുമൺ. സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു നിയമമാണ്. ദ ആക്ട് ഡിസ്ക്രൈബ്സ് വാട്ട് ഈസ് മെൻ ബൈ ഡൊമസ്റ്റിക് വയലൻസ്, വാട്ട് ആർ ദ റെമഡീസ് ഗിവൺ ബൈ ദി ആക്ട്. ഈ ആക്ടിൽ എന്താണ് ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനം, അതിന് സംരക്ഷണ വ്യവസ്ഥകൾ എന്നെല്ലാം, വാട്ട് ആർ ദ പെനാൽറ്റീസ് ഫോർ റെസ്പോണ്ടൻസ്, ഇതിൽ ഒഫൻഡേഴ്സിന് എന്തെല്ലാം തരത്തിലെ പെനാൽറ്റി ഉണ്ട്, ഹൂ കമ്മിറ്റ്സ് ഡൊമസ്റ്റിക് വയലൻസ്, ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാക്കുന്ന ആളുകൾക്ക്, ആ ഒഫൻഡേഴ്സിന് എന്തെല്ലാം തരത്തിലുള്ള പെനാൽറ്റീസ് ഉണ്ട്. ദ ഡ്യൂട്ടി ഓഫ് പ്രൊട്ടക്ഷൻ ഓഫീസർ ആൻഡ് സർവീസ് പ്രൊവൈഡർ. പ്രൊട്ടക്ഷൻ ഓഫീസർ, സർവീസ് പ്രൊവൈഡറുടെ ഡ്യൂട്ടി ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ദിസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 20 ഒക്ടോബർ 2006. 2006 ഒക്ടോബർ 26 ഈ നിയമം നിലവിൽ വന്നത്. ഒബ്ജക്റ്റ്, ഇതിൻ്റെ ഉദ്ദേശങ്ങൾ: ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് വുമൺ ഗ്യാരണ്ടീഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയിൽ സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു നിയമമാണിത്. ഇറ്റ് കണ്ടെയ്ൻസ് 5 ചാപ്റ്റേഴ്സ് ആൻഡ് 35 സെക്ഷൻ. 5 അധ്യായങ്ങളും 37 സെക്ഷനുകളും ഇതിൽ ഉണ്ട്. ദ ആക്ട് കവേഴ്സ് ദ ഹോൾ ഓഫ് ഇന്ത്യ. ഇന്ത്യ മുഴുവൻ ഈ ആക്ട് ബാധകമാണ്. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ആക്ട് ആൻഡ് ഫസ്റ്റ് ഗിവ് ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ്. എഗ്രീവ്ഡ് പേഴ്സൺ. 2A. Women in domestic relation with respondents. Women may be married or not married, woman, daughter, sister or minor girl. അപ്പോൾ എഗ്രീവ്ഡ് പേഴ്സൺ എന്താണ്? എഗ്രീവ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ, എഗ്രീവ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇരയാകപ്പെട്ട വ്യക്തി, അത് സ്ത്രീ ആയിരിക്കും. ഡൊമസ്റ്റിക് റിലേഷൻ, ഗാർഹികമായി ഏതെങ്കിലും തരത്തിലുള്ള റിലേഷനിൽ ഒരു വീട്ടിൽ താമസിക്കുന്നവരേതു വിത്ത് റെസ്പോണ്ടൻസ്,
ആരാണോ അവർ ഒഫൻഡേഴ്സ്, അവരാണോ അവരെ ഡൊമസ്റ്റിക് വയലൻസ് ഇരയാക്കപ്പെട്ടത്, അവരോടുകൂടി ആ വീട്ടിൽ താമസിക്കുന്നവരാണ്. ദേ വിൽ ബി വുമൺ മേ ബി മാരീഡ് ഓർ നോട്ട് മാരീഡ്, കല്യാണം കഴിച്ചവരായിരിക്കും അല്ലെങ്കിൽ കഴിക്കാത്തവരായിരിക്കും. ഡോട്ടർ, സിസ്റ്റർ ഓർ മൈനർ ഗേൾ, ഡോട്ടർ, സിസ്റ്റർ ഓർ മൈനർ ഗേൾ ആയാലും അവർ അഗ്രീഡ് പേഴ്സാണ്. ദെൻ റെസ്പോണ്ടൻസ് പറഞ്ഞാൽ ആരാണോ അവരെ ഉപദ്രവിക്കുന്നത്, ഗാർഹിക പീഡനം ചെയ്യുന്നത്, അവരെ റെസ്പോണ്ടൻസ് പറയും. അക്യൂസ്ഡ് പേഴ്സൺ ഓർ ഒഫൻഡർ ഇൻക്ലൂഡ് എഡൽട്ട് മെയിൽ ഓർ ഫീമെയിൽ, ഓർ ഒഫൻഡേഴ്സ് ഇൻക്ലൂഡ് എഡൽട്ട് മെയിൽ ഓർ ഫീമെയിൽ. അതിപ്പോൾ എന്താണ്, പ്രായപൂർത്തിയായ പുരുഷനാ, പ്രായപൂർത്തിയായ സ്ത്രീ ആയിരിക്കും. ഹസ്ബൻഡ്, ബ്രദർ, ഫാദർ, മദർ, സിസ്റ്റർ ഇൻ ലോ, ഹസ്ബൻഡ്സ് മദർ ഓർ സിസ്റ്റർ, എനി അതർ പേഴ്സൺ ഹൂ ഈസ് ഇൻ ഡൊമസ്റ്റിക് റിലേഷൻസ് വിത്ത് ദി വിക്ടിം. ആരായാലും എന്താണ്, സ്ത്രീയായാലും പുരുഷനായാലും അവരുടെ ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് വിത്ത് റിലേറ്റീവായി കോൺസാങ്ക്വിനിറ്റി, മാരേജ് ഓർ അഡോപ്ഷൻ, അവർ തമ്മിൽ ബന്ധമുണ്ടാവും. എന്നാൽ രക്തബന്ധമുണ്ടാവും, അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടുള്ള ബന്ധമുണ്ടാവും, ഓർ അഡോപ്ഷൻ, ദത്തെടുത്ത ബന്ധമുണ്ട്. ഇതിലുള്ള ഈ ബന്ധങ്ങൾ ഉള്ള ആരെങ്കിലും ഇവരെ ഉപദ്രവിക്കുന്നു, അവരെയാണ് റെസ്പോണ്ടൻസ്. ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് എന്താ? ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് ടു പീപ്പിൾ ലിവിങ് ഇൻ എ റിലേഷൻ ഇൻ എ ഷെയർഡ് ഹൗസ് ഹോൾഡ് റിലേറ്റ് ബൈ കോൺസാങ്ക്വിനിറ്റി, മാരേജ്, അഡോപ്ഷൻ ഓർ ഫാമിലി മെമ്പർ ഓഫ് ജോയിൻറ്റ് ഫാമിലി കോൾഡ് ഷെയർ ഹൗസ് ഹോൾഡ്. അതായത് രണ്ട് വ്യക്തികൾ ഒരു ബന്ധത്തിൽ, ഒരു കുടുംബത്തിൽ ഷെയർഡ് ഒരു കൂരയ്ക്ക് താഴെ താമസിക്കുന്നവർ, അവർ രക്തബന്ധം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മാരേജ് ബന്ധമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അഡോപ്ഷൻ ദത്തെടുത്തായിരിക്കണം, ഓർ എ ഫാമിലി മെമ്പർ ഓഫ് എ ജോയിൻറ്റ് ഫാമിലി, കൂട്ടുകുടുംബത്തിൽ ഒരു അംഗമായിരിക്കണം. അവരെ എന്താണ് ഷെയർഡ് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നു. എഗ്രി പേഴ്സൺ ആൻഡ് റെസ്പോണ്ടൻറ്റ് ലിവിങ് ഇൻ എ ഷെയർഡ് ഹൗസ് ഹോൾഡ് which is owned jointly or rented. Agreed person and respondent living in a shared household which is owned jointly or person. അപ്പം ഇരയെ ഉപദ്രവിക്കുന്ന വ്യക്തിയും ഒരു കൂരയിൽ തന്നെ താമസിക്കണം. വിച്ച് ഈസ് അവർ സ്വന്തമായ വീടായിരിക്കും, അല്ലെങ്കിൽ എന്താണ് രണ്ടുപേർക്കും ഇവിടെ ഉടമസ്ഥാവകാശം ഉണ്ടാവും, അല്ലെങ്കിൽ വാടകയ്ക്കുള്ള വീടായാലും ശരി, അല്ലെങ്കിൽ ഫാമിലി ഹൗസ് ആയാലും ശരി, അവർ ആ വീട്ടിൽ താമസിക്കുന്നവരായിരിക്കണം. അതിനെക്കുറിച്ച് ഒരു കേസ് ലോ ഉണ്ട്. കേസ് ലോ പറയാം. ഹെർലാല ഹറോസ വേഴ്സസ് കുസുമ നറോത്തസ് ഹറോസ, സുപ്രീം കോർട്ട് 2016 സുപ്രീം കോർട്ട് വിധി ഹരാല ഹർസോര വേഴ്സസ് കുസുമ നറോത്തസ് ഹറോസര, സുപ്രീം കോർട്ട് 2000. അതിൽ സുപ്രീം കോടതി ഒരു വ്യക്തമായത് എഡൽട്ട് മെൻ എന്ന് പറഞ്ഞാൽ ടു എനി മേജർ പേഴ്സൺ, മെൻ ഓർ വുമൺ. അപ്പോൾ എഡൽട്ട് മെൻ എന്നുള്ളത് ആ വാക്ക് റീപ്ലേസ് ചെയ്തിട്ട് അത് എഡൽട്ട് പകരം എന്നാണ് അവർ കോടതി പ്രഖ്യാപിച്ചത്. അഡൽട്ട് മെൻ, എനി എഡൽട്ട് മേജർ പേഴ്സൺ, മെൻ ഓർ വുമൺ ഈസ് റെസ്പോണ്ടൻറ്റ്. Then shared household, agreed person living with the respondent in a house which is single owned or rented or joint family. മുന്നേ പറഞ്ഞ പോലെ ഷെയർ ഹൗസ് എഗ്രീഡ് പേഴ്സൺ ലിവിങ് വിത്ത് റെസ്പോണ്ടൻറ്റ്. അപ്പോൾ എഗ്രീഡ് പേഴ്സണും ഇരയാക്കപ്പെട്ട വ്യക്തിയും എതിരാളിയും എന്താണ് ഒരേ വീട്ടിൽ താമസിക്കണം. അത് സിംഗിൾ ഓൺഡ്, അവർക്ക് സ്വന്തമായിട്ടുള്ളതായിരിക്കണം, ഓർ റെൻറ്റഡ് ഓർ ജോയിൻറ്റ് ഫാമിലി ഹൗസ്, കൂട്ടുകുടുംബത്തിലായാലും ഒരു കുരയ്ക്കുള്ളിൽ താമസിക്കുന്ന വ്യക്തികളായിരിക്കണം. എഗ്രി പേഴ്സൺ, വൈഫ്, പാർട്ട്ണർ ഓർ ലിവിങ് റിലേഷൻഷിപ്പ്, ഫീമെയിൽ. ഇപ്പോൾ എഗ്രീഡ് പേഴ്സണ് ഭാര്യ ആയിരിക്കണം, ഭാര്യ പാർട്ട്ണർ, ലിവിങ് റിലേഷൻഷിപ്പിൽ താമസിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് ലിവിങ് റിലേഷൻഷിപ്പ് ഉണ്ട്. ആ ലിവിങ് റിലേഷനുള്ള പാർട്ട്ണറായ ഫീമെയിൽ ആയിരിക്കണം. അപ്പോൾ എഗ്രീഡ് പേഴ്സൺ ഓൾവേസ് എ ഫീമെയിൽ. Respondent is male partner, female who is living in relationship in a household. Male partner, respondent will be male partner.
അതിനൊരു കേസ് ലോന് എന്താണ് ലിവിങ് റിലേഷൻഷിപ്പിൽ പെട്ടവർക്കും ഇത് ബാധകമാണ് കേസ് ലോ. ലതാ ടോപ്പ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ജാർഖണ്ഡ് 2018 സുപ്രീം കോർട്ട് held that live-in partner is entitled to relief under section 125 CRPC and Domestic Violence Act if not legally married. അവർ ലീഗലി മാരീഡ് അല്ലെങ്കിലും അവർ ലിവിങ് റിലേഷൻഷിപ്പിലാണെങ്കിൽ മെയിൻ്റനൻസിന് അണ്ടർ സെക്ഷൻ 125 CRPC പ്രകാരം മെയിൻ്റനൻസിന് അവർക്ക് അർഹരാണ്. അതുപോലെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നിയമം അവർക്ക് ബാധകമാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് വാട്ട് ഈസ് ഡൊമസ്റ്റിക് വയലൻസ് മീൻസ്. ഡൊമസ്റ്റിക് സെക്ഷൻ 3 states domestic violence are the following: 1. Mental or physical harm, injury included physical abuse, sexual abuse, verbal and emotional abuse, economical abuse. That is mental or physical harm. Not only physical harm, mental or physical harm, injury included physical abuse, sexual abuse, verbal and emotional abuse, economical abuse. ഇതെല്ലാമാണ് ഡൊമസ്റ്റിക് വയലൻസ് പറയുന്നത്. സെക്കൻഡ്, ടു ഹരാസ്, harm or injure the aggrieved person for unlawful demand of dowry or property. അതായത് ഡൗറിക്ക് വേണ്ടിയിട്ട് സ്ത്രീധനത്തിനോ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ടോ അവരെ ഹറാസ് ചെയ്യും. ഇൻജൂർ ദ എഗ്രീഡ് പേഴ്സൺ, അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നത് ഇത് ഈ ഡൊമസ്റ്റിക് വയലൻസിൽ പെട്ടിരിക്കും. ത്രെട്ടനിങ് എഗ്രീഡ് പേഴ്സൺസ് എനി റിലേറ്റീവ് ഹരാസ് ഓർ അൺലോഫുൾ എമൗണ്ട് ഓഫ് ഡൗറി ഓർ പ്രോപ്പർട്ടി. അതുപോലെ ഈ സ്ത്രീയുടെ ബന്ധുക്കളെ ഇതിനു വേണ്ടി ഹരാസ് ചെയ്യുക, സ്ത്രീധനത്തിന് വേണ്ടിയിട്ടോ അവരെ സ്വത്തിന് വേണ്ടിയിട്ടോ അവരെ ബന്ധുക്കൾ, അവരെ അച്ഛനെയോ അവരെ സഹോദരനെയോ ഒക്കെ ഭീഷണിപ്പെടുത്തുന്നു, അവരെ ഉപദ്രവിക്കുന്നതും ഡൗറിക്ക് വേണ്ടി ചെയ്യുന്നതും ഇതിൽ ഉൾപ്പെടും. എനി അതർ ഫിസിക്കൽ അബ്യൂസ് ഓർ മെൻ്റൽ അബ്യൂസ്, അത് ശാരീരികമായി മാനസികമായി മറ്റേതെങ്കിലും തരത്തിലുള്ള ഉപദ്രവവും ഡൊമസ്റ്റിക് വയലൻസായി. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ 3 സെക്ഷൻ 4 പ്രൊട്ടക്ഷൻ ഓഫീസർ. എന്താണ് പ്രൊട്ടക്ഷൻ ഓഫീസർ? അയാളുടെ വാട്ട് ആർ ദി ഡ്യൂട്ടീസ് ഓഫ് ദി പ്രൊട്ടക്ഷൻ ഓഫീസർ? Protection officer, the officer appoints the state government to protect the dignity and safety of the woman subject to domestic violence. Protection officer is appointed by the state government. State government അവരെ നിയമിക്കുകയും സ്ത്രീകളുടെ അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അവരെ ഡിഗ്നിറ്റി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഈ പ്രൊട്ടക്ഷൻ ഓഫീസറെ ഗവൺമെൻറ് നിയമിക്കും. The aggrieved party can file a petition before him. The aggrieved party, ഇരയാക്കപ്പെടുന്ന സ്ത്രീക്ക് അവർക്ക് മുമ്പാകെ പരാതി ബോധിപ്പിക്കുന്നതാണ്. He investigated and gave it a report to the magistrate. അദ്ദേഹം അതിനെപ്പറ്റി അന്വേഷിക്കുകയും അതിൻ്റെ റിപ്പോർട്ട് മജിസ്ട്രേറ്റിന് നൽകുകയും. Anyone gave അതുപോലെ ആർക്കെങ്കിലും മറ്റേതെങ്കിലും വ്യക്തിക്ക് ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഒരു വീട്ടിൽ ആ ലൊക്കാലിറ്റിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്യാം. അയാൾ ഹി ഹാസ് ഗോട്ട് ഇമ്മ്യൂണിറ്റി, അദ്ദേഹം നിയമത്തിന് മുമ്പിൽ സംരക്ഷിക്കപ്പെടും. അതായത് അദ്ദേഹത്തിൻ്റെ പേര് ഒരു സിവിലായിട്ടുള്ളോ ക്രിമിനലായിട്ടുള്ളോ നിയമ നടപടിയിലൊന്നും അദ്ദേഹത്തെ പേരിൽ ദർ ഇസ് നോ ക്രിമിനൽ ഓർ സിവിൽ ആക്ഷൻ അഗെയിൻസ്റ്റ് ദാറ്റ് പേഴ്സൺ ഹു ഇൻഫോം ദി ഡൊമസ്റ്റിക് വയലൻസ് ടു ദി protection officer. Section 5. When the police officer or magistrate or protection officer or service provider got a complaint of domestic violence, they should meet the aggrieved person and inform her what are the remedies given under the act. അപ്പോൾ അത് ജസ്റ്റ് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥനോ മജിസ്ട്രേറ്റിനോ പ്രൊട്ടക്ഷൻ ഓഫീസർക്കോ സർവീസ് പ്രൊവൈഡർക്കോ ഒരു കംപ്ലൈൻറ്റ് ലഭിച്ചാൽ, ഡൊമസ്റ്റിക് വയലൻസിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് ലഭിച്ചാൽ, ദേ ഷുഡ് മീറ്റ് ദ അഗ്രീഡ് പേഴ്സൺ, ആ ഇരയാക്കപ്പെട്ട വ്യക്തിയെ അവരെ ബന്ധപ്പെടുകയും കാണുകയും ഇൻഫോം ഹർ വാട്ട് ആർ ദ റെമഡീസ് ഗിവൺ ബൈ ദ ആക്ട്, എന്തെല്ലാം തരത്തിലുള്ള പരിഹാരങ്ങൾ അവർക്ക്
ഈ ആക്ട് പ്രകാരം ലഭിക്കുന്നുവെന്ന് അവരെ അറിയിക്കുകയും ചെയ്യും. റൈറ്റ് ടു ഗിവ് വാട്ട് ആർ ദി റെമഡീസ്? റൈറ്റ് ടു ഗിവ് അപ്ലിക്കേഷൻ ടു പ്രൊട്ടക്ഷൻ ഓഫീസർ ഫോർ എനി ഓഫ് ദ റിലീഫ് അണ്ടർ ദി ആക്ട്. ആ ഇരയാക്കപ്പെട്ട വ്യക്തിക്ക് ഏതെല്ലാം തരത്തിലുള്ള പരിഹാരങ്ങൾ ആവശ്യമാണോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് നൽകാവുന്നതാണ്. ആ ഏതെല്ലാം തരത്തിലാണ് ഉള്ള റിലീഫാണ് ലഭിക്കുന്നത്? വൺ, പ്രൊട്ടക്ഷൻ ഓർഡർ. ആ പ്രൊട്ടക്ഷൻ ഓർഡർ മജിസ്ട്രേറ്റിൽ നിന്ന് ലഭിക്കും അവരെ സംരക്ഷിക്കാൻ. ദെൻ മോണിറ്ററി റിലീഫ്, സാമ്പത്തിക സഹായത്തിനുള്ള അപേക്ഷ നൽകുക. കസ്റ്റഡി ഓർഡർ അപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ ഇവിടെ കസ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള ഓർഡർ നൽകാം. റെസിഡൻഷ്യൽ ഓർഡർ, അപ്പോൾ ഇവർക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല എങ്കിൽ മറ്റൊരു വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യം ചെയ്യണമെങ്കിൽ ആ റെസിഡൻഷ്യൽ ഓർഡർ, മറ്റൊരു വീട്ടിലേക്ക് താമസിക്കാനുള്ള റെസിഡൻഷ്യൽ ഓർഡർ മജിസ്ട്രേറ്റ് നൽകുന്നതാണ്. കോമ്പൻസേഷൻ ഓർഡർ, അതായത് ഈ ഡൊമസ്റ്റിക് വയലൻസിൽ അവരുടെ വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ട വസ്തുക്കൾക്ക് ഉള്ള കോമ്പൻസേഷൻ തന്നെ അവരുടെ എതിരാളിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കാനുള്ള ഓർഡർ ലഭിക്കുന്നതാണ്. കൂടാതെ ഫെസിലിറ്റി ഫോർ സർവീസ് പ്രൊവൈഡർ, ഒരു സർവീസ് പ്രൊവൈഡറുടെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. ഫെസിലിറ്റി ഫോർ സർവീസ്, ആ സർവീസ് പ്രൊവൈഡറുടെ കാര്യമായിട്ട് അടുത്ത അധ്യായത്തിൽ പറയുന്നതാണ്. വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ഫെസിലിറ്റി വിൽ ബി ഗിവൺ ഇൻ നെക്സ്റ്റ് പാർട്ട്. ഫെസിലിറ്റി ഫോർ സർവീസ് അവിടെ റൈറ്റ് ടു ഫ്രീ ലീഗൽ എയ്ഡ് അണ്ടർ LSA, അതായത് ഇവർക്ക് സൗജന്യ നിയമസഹായം ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സൗജന്യ നിയമസഹായം അവർക്ക് നൽകുന്നതാണ്. റൈറ്റ് ടു ഫ്രീ ലീഗൽ എയ്ഡ് അണ്ടർ LSA. റൈറ്റ് ടു ഫയൽ കംപ്ലയിൻറ്റ് ടു പോലീസ് അണ്ടർ സെക്ഷൻ 85 or 86 of BNS. That means 492 ഫോമർ IPC 400 പ്രകാരമുള്ള 498 വകുപ്പ്. ഇപ്പം പുതിയ BNSലെ 85, 86 പ്രകാരമുള്ള വകുപ്പ് പ്രകാരമുള്ള പരാതി പോലീസിൽ സമർപ്പിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അടുത്തത് സർവീസ് പ്രൊവൈഡർ എന്നാൽ സെക്ഷൻ 10. എ വോളണ്ടറി ഓർഗനൈസേഷൻ രജിസ്റ്റേർഡ് ആസ് പെർ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് 1860. വോളണ്ടറി സർവീസ് പ്രൊവൈഡർ എന്നാണ് വോളണ്ടറി ഓർഗനൈസേഷൻ, ഒരു സന്നദ്ധ സംഘടന. ചാരിറ്റബിൾ ആക്ട് പ്രകാരമുള്ള 1860 ചാരിറ്റബിൾ ആക്ട് പ്രകാരമുള്ള വോളണ്ടറി സന്നദ്ധ സംഘടന ആണ് ഒന്ന്. അല്ലെങ്കിൽ എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ കമ്പനി ആക്ട് 1950s, 1956 കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനിക്ക് സർവീസ് പ്രൊവൈഡറായി നിൽക്കാം. ദേ ഷുഡ് സബ്മിറ്റ്, ഈ ഏതെങ്കിലും വ്യക്തിക്ക് ഷുഡ് സബ്മിറ്റ് എ റിക്വസ്റ്റ് ടു ദ ഗവൺമെൻറ് ഇഫ് ദേ ആർ വില്ലിംഗ് ടു പെർഫോം ദ ഡ്യൂട്ടി ഓഫ് സർവീസ് പ്രൊവൈഡർ. അതായത് സർവീസ് പ്രൊവൈഡറായിട്ട് അവർ ചെയ്യാമെന്ന് ഗവൺമെൻറ് അപേക്ഷ സമർപ്പിച്ച് അവരെ സർവീസ് പ്രൊവൈഡറായിട്ട് ദേ ഹാവ് ടു ഡു ദ ഫോളോയിങ് ഡ്യൂട്ടി. ഈ സർവീസ് പ്രൊവൈഡർക്ക് താഴെ പറയുന്ന ഡ്യൂട്ടിയുണ്ട്. ദേ ആർ ഫോളോയിങ് ആർ ദി ഡ്യൂട്ടീസ്. വൺ, ഫസ്റ്റ്, പ്രൊട്ടക്ട് ദ റൈറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദി അഗ്രീഡ് പേഴ്സൺ. പ്രൊട്ടക്ട് ദ റൈറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദി അഗ്രീഡ് പേഴ്സൺ. അവരുടെ അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കുക ഇവരുടെ കടമയാണ്. പ്രൊവൈഡ് ലീഗൽ എയ്ഡ് ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസ് ടു അഗ്രീഡ് പേഴ്സൺ ആൻഡ് ഫിനാൻഷ്യൽ ഹെൽപ്പ് ടു അഗ്രീഡ് പേഴ്സൺ. അതായത് അവർക്ക് വേണ്ടി ഉള്ള നിയമസഹായവും ആരോഗ്യപരമായ ഇതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളും മെഡിക്കൽ ഹെൽപ്പും ടു ദി അഗ്രീഡ് പേഴ്സൺ, ആ വ്യക്തിക്ക് ഇരയ്ക്ക് നൽകണം. റിക്കോർഡ് DIR and produce the protection. Record DIR and produce the protecting officer. DIR റെക്കോർഡ് ചെയ്യണം, ഇതിൻ്റെ പ്രൊട്ടക്റ്റിംഗ് ഓഫീസർക്ക് സമർപ്പിക്കണം. പ്രൊവൈഡ് മെഡിക്കൽ അസിസ്റ്റൻസ് ആൻഡ് ഫിനാൻഷ്യൽ എയ്ഡ്, അവർക്ക് വേണ്ടിയുള്ള മരുന്നുകളും ആരോഗ്യ രംഗത്തുള്ള സേവനവും ഫിനാൻഷ്യൽ എയ്ഡ്.
DIR means ഡൊമസ്റ്റിക് ഇൻസിഡൻറ്റ് റിപ്പോർട്ട്. അതായത് അവരെ ഡൊമസ്റ്റിക് ഇൻസിഡൻറ്റ് റിപ്പോർട്ട് അതിനെപ്പറ്റി അവർക്ക് റെക്കോർഡ് ചെയ്ത് അത് പ്രൊട്ടക്റ്റ് ഓഫീസർക്ക് നൽകണം. പ്രൊവൈഡ് മെഡിക്കൽ അസിസ്റ്റൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽപ്പ്. പ്രൊവൈഡ് സർവീസ് ഷെൽട്ടർ ടു ദി എഗ്രീഡ് പേഴ്സൺ. അവർക്ക് താമസിക്കണമെങ്കിൽ ഒരു ഷെൽട്ടർ നൽകുവാനും ഇവർക്ക് ബാധ്യതയുണ്ട്. ഷെൽട്ടർ പ്ലേസ് സെക്ഷൻ 6 give shelter to agreed person in request of agreed person, protective officer and service provider. ആ ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ ഈ ഷെൽട്ടർ ഇവരെ ആരെങ്കിലും അപേക്ഷ നൽകിയാൽ ഷെൽട്ടർ കൊടുക്കുക. എഗ്രീഡ് പേഴ്സൺ, പ്രൊട്ടക്റ്റിംഗ് ഓഫീസർ, സർവീസ് പ്രൊവൈഡർ അതിനുവേണ്ടി സഹായം ചെയ്ത് കൊടുക്കണം. അത് മജിസ്ട്രേറ്റാണ് അതിന് ഓർഡർ ചെയ്യേണ്ടത്. ഇവരുടെ എഗ്രീഡ് പേഴ്സൻ്റെ റിക്വസ്റ്റ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ഓഫീസർ റിക്വസ്റ്റ്, സർവീസ് പ്രൊട്ടക്ഷൻ ഓഫീസർ ആൻഡ് സർവീസ് പ്രൊവൈഡർ ആർ considered as public officer as per BNS section 2 subsection 27. Protection officer, service provider and public officer, government ഉദ്യോഗസ്ഥൻ അതിൻ്റെ അവരായിട്ട് സെക്ഷൻ BNS സെക്ഷൻ 2024 അവരെ പബ്ലിക് പ്രൊട്ടക്ഷൻ ഓഫീസറും സർവീസ് പ്രൊവൈഡറും കൺസിഡർ ആസ് പബ്ലിക് ഓഫീസർ, അവരെ പബ്ലിക് ഓഫീസറായിട്ട് കണക്കാക്കപ്പെടും. Medical facilities. Then next is medical facilities. Section 7. Medical facilities provide the agreed person in request of agreed person, protective officer, service provider. അവർ മെഡിക്കൽ ഫെസിലിറ്റീസ് അവർക്ക് നൽകുന്നത് മജിസ്ട്രേറ്റ് ഓർഡർ. അതിന് വേണ്ടിയിട്ട് അപേക്ഷ നൽകുന്നത് ഒന്നുകിൽ അഗ്രീഡ് പേഴ്സൺ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ഓഫീസർ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡർ അപേക്ഷ നൽകും. ഡ്യൂട്ടീസ് ഓഫ് പ്രൊട്ടക്റ്റീവ് ഓഫീസർ. ഇനി പ്രൊട്ടക്റ്റീവ് ഓഫീസർ ഡ്യൂട്ടിയാണ്. സെക്ഷൻ 8 and 9 says about duties of the protection officer. Section 8 a protective officer is appointed by the state government. As per Section 8, protective officer is appointed by state government. Then women who have experience in dealing with domestic violence is performing this post. That women who have been experienced in dealing with the domestic violence is preferring in the post. അതായത് ഈ പ്രൊട്ടക്റ്റീവ് ഓഫീസറായിട്ട് കൂടുതൽ സ്ത്രീകൾ ആണ് നിയമിക്കുക. സ്ത്രീകൾ ഉണ്ടെങ്കിൽ നിയമിക്കുക, അല്ലെങ്കിൽ മാത്രമേ പുരുഷന്മാരെ നിയമിക്കൂ. പ്രൊട്ടക്റ്റീവ് ഓഫീസർ ഡ്യൂട്ടീസ്. വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് പ്രൊട്ടക്ഷൻ ഓഫീസർ? അസിസ്റ്റ് ദ മജിസ്ട്രേറ്റ് ഇൻ ഡിസ്ചാർജ് പ്രൊസീഡിങ്സ്. മജിസ്ട്രേറ്റിനെ സഹായിക്കുക. അസിസ്റ്റ് ദ ഡിസ്ചാർജ് പ്രൊസീഡിങ്സ്. ഈ കേസ് സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി മജിസ്ട്രേറ്റ് സഹായിക്കുക. ദെൻ സെക്കൻഡ്, മേക്ക് ഡൊമസ്റ്റിക് ഇൻസിഡൻറ്റ് സർട്ടിഫിക്കറ്റ്. ഈ ഡൊമസ്റ്റിക് ഇൻസിഡൻറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക. അത് ഉണ്ടാക്കി മജിസ്ട്രേറ്റ് സമർപ്പിക്കുക. Help agreed person to prepare application to magistrate. He is not ready to write. He has not ready to write and write application. Then the protective officer help the agreed person to prepare an application to magistrate. Provide shelter home to agreed person. അഗ്രീഡ് പേഴ്സണിന് വേണ്ടി ഷെൽട്ടർ ഹോം വേണമെങ്കിൽ അത് നൽകുക. അതിൻ്റെ ഒരു കോപ്പി സബ്മിറ്റ് ടു ദി നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ. പ്രൊവൈഡഡ് ദി ലിസ്റ്റ് ഓഫ് സർവീസ് പ്രൊവൈഡേഴ്സ് ആൻഡ് വാട്ട് ആർ ദി സർവീസ് പ്രൊവൈഡർ, ഏതെല്ലാം സർവീസ് പ്രൊവൈഡറുടെ ലിസ്റ്റ് അഗ്രീഡ് പേഴ്സണ് നൽകുകയും അവരെ വാട്ട് ആർ ദർ സർവീസ് എന്നിവ അഗ്രീഡ് പേഴ്സണ് മനസ്സിലാക്കണം. പ്രൊവൈഡ് മെഡിക്കൽ ഫെസിലിറ്റീസ് അഗ്രീഡ് പേഴ്സൺ. അഗ്രീഡ് പേഴ്സണ് മെഡിക്കൽ ഫെസിലിറ്റീസ് നൽകുക. പ്രൊവൈഡ് ഹെൽപ്പ് ടു അഗ്രീഡ് പേഴ്സൺ ടു ഗെറ്റ് മോണിറ്ററി അസിസ്റ്റൻസ്. സാമ്പത്തിക സഹായം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ അഗ്രീഡ് പേഴ്സണ്